ഹരിക്കുട്ടാ. റോഷ്നി ഹരിയുടെ പുറത്ത് തട്ടിക്കൊണ്ട് വിളിക്കുമ്പോൾ അവളെ കഴുത്തിലേക്ക് മുഖം അമർത്തി കിടന്നവനൊന്ന് മൂളി. വേറൊന്നും ചെയ്യാത്തതെന്താ? റോഷ്നി ചോദിക്കുമ്പോൾ ഹരി ആ കിടപ്പിൽ നിന്ന് മുഖമുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. ഇങ്ങനെ കിടന്നപ്പോൾ ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. ഒന്നും കാണാത്തത് കൊണ്ട് ചോദിച്ചതാ. ഹരിയെ നോക്കി ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ഹരിയും ചിരിച്ചു. ശേഷം അവളുടെ ദേഹത്ത് നിന്ന് എഴുന്നേറ്റു. എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതി കിടന്നതാ. പക്ഷേ കരുതി വേണ്ടെന്ന്. ആരെങ്കിലും കണ്ടുകൊണ്ട് വന്നാൽ ശരിയാവില്ല. വാതിൽ ലോക്കല. എഴുന്നേൽക്ക്. റോഷ്നിയുടെ നേരെ കൈ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞതും റോഷ്നി രണ്ട് കൈയും അവന്റെ നേരെ നീട്ടിപ്പിടിച്ചു. ഹരി അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് നേരെ ഇരുത്തി. ശേഷം അവനും സെറ്റിയിലേക്ക് ഇരുന്നു. ആ നിമിഷം തന്നെ റോഷ്നി അവന്റെ മടിയിലേക്ക് കയറിയിരുന്നു. വാതിൽ ലോക്ക് ചെയ്തിട്ട് വരാം, ആരെങ്കിലും വന്നാലോ? ഹരി വാതിലേക്ക് നോക്കി പറയുമ്പോൾ റോഷ്നിയും തല ചേരിച്ചുകൊണ്ട് വാതിലക്കിലേക്ക് നോക്കി. ശേഷം അവന്റെ മടിയിൽ നിന്നും എഴുന്നേറ്റ് ഓടിപ്പോയി വാതിൽ ലോക്കാക്കി തിരിച്ചതുപോലെ തന്നെ അവന്റെ മടിയിലിരുന്നു. നേരെ ഇരിക്കും. സ്റ്റെയറിന്റെ ഭാഗത്തേക്കൊന്ന് നോക്കിയ ശേഷം റോഷ്നി അവന്റെ മുഖത്തിന് നേരെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കാലിട്ട് നേരെ ഇരുത്തി. രണ്ട് കൈകൾ കൊണ്ടും അവളെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു. നമ്മുടെ നിശ്ചയം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കേശുവിന്റെ പ്ലത്തി പറയുന്നതിനൊപ്പം വലത്തെ കൈ കൊണ്ട് റയൻഷിന്റെ ഇടത്തേക്ക് അവൾ തഴുകുന്നുണ്ട്. ഇടത്തേക്ക് അവൾ മാത്രമല്ല, അവന്റെ മീശയിൽ, അവന്റെ താടിയിൽ, അവന്റെ ചുണ്ടിൽ. അതെന്താ? അവന്റെ ശബ്ദത്തിൽ ചെറിയ എന്തോ മാറ്റം പോലെ. അവന്റെ നോട്ടം ശരിയല്ലാത്ത പോലെ. റോഷ്നി മറുപടി പറയാതെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ഹരി അവന്റെ കേശുകളിലിരിക്കുന്ന അവളുടെ വിരൽ ഓടിച്ചു. പിന്നെ പതിയെ വിരൽ തുമ്പ നുണഞ്ഞു. റോഷ്നി അവന്റെ തോളിലേക്ക് മുഖം അമർത്തി. പറ, എന്ത് ഇഷ്ടാവാതിരുന്നത്? ഹരി അവളുടെ വിരൽ മോചിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. റിങ് മാറിക്കഴിഞ്ഞാൽ ഞാനൊരു ലിപ് കിസ് തരാൻ കരുതിയതാ. അത് നടന്നില്ല. പിന്നെ നല്ല അടിപൊളി ഡാൻസ് കളിക്കണമെന്ന് കരുതിയതാ. അത് നടന്നില്ല. റോഷ്നി ഹരിയുടെ നെഞ്ചിലേക്ക് അവളുടെ മുഖം അമർത്തിക്കൊണ്ട് പറഞ്ഞു. ഹരി ചിരിച്ചു. മുഖം താഴ്ത്തി അവളുടെ നെറ്റിയിൽ പതിയെ മുട്ടി. അതെന്താ ഒന്നും നടക്കാതിരുന്നത്? ഇടത്തെ കൈകൊണ്ട് അവളുടെ വലത്തെ കൈയിൽ പിടിച്ചുകൊണ്ട് അവളുടെ ഓരോ വിരലുകളും മുത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. അടങ്ങി ഒതുങ്ങിയിരിക്കാൻ അമ്മ പറഞ്ഞു. അതുകൊണ്ട് തന്നെ. റോഷ്നി അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുമ്പോൾ ഹരി അവളുടെ വിരലുകളിൽ നിന്ന് നോട്ടം മാറ്റി റോഷ്നിയുടെ മുഖത്തേക്ക് നോക്കി. അത് സാരില്ല, എന്റെ കുഞ്ഞിപ്പെണ്ണ് നല്ല വികൃതിയും ഒപ്പിച്ചാലെന്ന് അമ്മയ്ക്ക് പേടിയായിട്ടല്ലേ? അല്ലെങ്കിൽ നിശ്ചയത്തിന് ലിപ് കിസ് ഒന്നും പാടില്ല. ഒരുപാട് പേരെ മുന്നിൽ നിന്നൊക്കെ അത് മോശമല്ലേ? ഇപ്പോൾ ആരുമില്ലല്ലോ, ഇപ്പൊ ചെയ്യാൻ വേണോ? വിടർന്ന കണ്ണുകളോടെ അവന്റെ മുഖത്തേക്ക് നോക്കുന്നവളുടെ കണ്ണുകളിലേക്ക് ഒരു ചിരിയോടെ നോക്കിക്കൊണ്ട് ഹരി ചോദിച്ചു. റോഷ്നി തല കുലുക്കിയതും ഹരി മുഖം ഒരൽപ്പം താഴ്ത്തി റോഷ്നിയുടെ ചുണ്ടിലേക്ക് അവൻ ചുണ്ടിനെ മുട്ടിച്ചു. രണ്ട് കൈകൾ കൊണ്ടും അവളെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവളെ അവന്റെ ശരീരത്തിലേക്ക് അമർത്തി. അപ്പം രണ്ടുപേരും കൂടെ പരസ്പരം ചുണ്ടുകളെ നുണഞ്ഞു വലിച്ചു. രണ്ടുപേരും ആദ്യമായിട്ടാണ് ഇതുപോലെ ചുംബിക്കുന്നത്. ഇത്രയും വേഗത്തിൽ, ഇത്രയും ക്ഷമയില്ലാതെ, പൂർണ്ണമായി എന്റെയാണെന്നൊരു അവകാശം പോലെ. റോഷ്നി ഹരിയുടെ കഴുത്തിലൂടെ കൈയിട്ടുകൊണ്ട് അവനിലേക്ക് കൂടുതൽ ചേർന്നിരുന്നു. രണ്ടുപേരും ചുണ്ടിൽ നിന്നും നാവിലേക്ക് കയറി. എത്ര സമയം? ഒരുപാട് സമയം. റോഷ്നിക്ക് ചെറുതായി ശ്വാസം കിട്ടാതെ വന്നപ്പോൾ അവൾ അവളുടെ മുഖം പിന്നിലേക്ക് വലിച്ചു. ഹരി അവളുടെ നാവിൽ നിന്നുള്ള പിടി അയച്ചുകൊണ്ട് അവളുടെ മുഖം മൊത്തത്തിൽ ചുംബിച്ചു. ഐ ലവ് യു. റോഷന്റെ ചുണ്ടോട് അവന്റെ ചുണ്ടുകൾ അടുപ്പിച്ചുകൊണ്ട് അവൻ കാറ്റ് പോലെ പറഞ്ഞു. ഒപ്പം അവളുടെ നനഞ്ഞ ചുണ്ടിൽ അമർത്തി മുത്തിയ ശേഷം രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ചു. ഡാ. റയൻഷിന്റെ ശബ്ദം കേട്ടതും സെറ്റിൽ കെട്ടിപ്പിടിച്ചിരുന്ന രണ്ടും ചാടി പിണഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. അതും എങ്ങനെ? ഹരിയുടെ മടിയിൽ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കാലിട്ടിരുന്ന റോഷ്നി കാൽ നിലത്തേക്ക് വെച്ചുകൊണ്ട് റോഷ്നിയുടെ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ച് കൈ വിട്ടുകൊണ്ട് ഹരിയും എഴുന്നേറ്റു. സ്റ്റെയറിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ വാ പൊളിച്ചു നിൽക്കുന്ന ലച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് റയൻഷ അവരെ രണ്ടുപേരും നോക്കി നിൽക്കുന്നുണ്ട്. അവന്റെ കനപ്പിച്ചുള്ള നോട്ടം കണ്ടപ്പോൾ രണ്ടുപേരും ഒരുപോലെ തല താഴ്ത്തി. നീ എപ്പോഴാ വന്നത്? ലച്ചു റോഷ്നിയെ നോക്കി കണ്ണും വെച്ച് ചോദിക്കുമ്പോൾ റോഷ്നി ലച്ചുവിനെ നോക്കി ചിരിച്ചു. ഞാൻ ഏട്ടന്റെ കൂടെ വന്നതാ. ഏട്ടത്തേക്കൊരു കമ്പനിക്ക്. റോഷ്നി ഹരിയുടെ അടുത്ത് നിന്ന് ചിരിച്ചുകൊണ്ട് ലച്ചുവിന്റെ അടുത്തേക്ക് നടന്നു. അപ്പോഴേക്കും അവർ രണ്ടുപേരും സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നിരുന്നു. എന്നിട്ട് നീ എൻ്റെ അടുത്തേക്ക് കണ്ടില്ലല്ലോ? റോഷ്നി അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് ചോദിക്കുന്നതിൻ്റെ ഒപ്പം ലച്ചു ഹരിയെന്ന് നോക്കി. ലച്ചുവിനെ നോട്ടം കണ്ടതും അവൻ വേഗം തല താഴ്ത്തി. നിങ്ങളോടുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് ഇതെല്ലാം സമ്മതിച്ചു തരുന്നത്. കൈവിട്ട് വലതും ചെയ്തു പോയിട്ട് എൻ്റെ മുന്നിൽ വന്ന് നിന്നാൽ എനിക്കിങ്ങനെ ഒരു പെങ്ങളുമില്ല, അളിയനുമില്ല. പറഞ്ഞത് മനസ്സിലായോ? ഹരി നോക്കി റയൻഷ് കടുപ്പിച്ച് ചോദിക്കുമ്പോൾ അവനതിനൊന്ന് തലയാട്ടുക മാത്രം ചെയ്ത്. നിങ്ങളിരിക്കെ, ഞാൻ കുടിക്കാൻ വല്ലതും എടുക്കാം. അതും പറഞ്ഞുകൊണ്ട് ഹരി അടുക്കളയിലേക്ക് പോയപ്പോൾ ഞാനും എന്ന് പറഞ്ഞിട്ട് റോഷ്നിയും അടുക്കളയിലേക്ക് ഓടി. അത് കണ്ട് ലച്ചു ചിരിച്ചു. ഒരു വർഷം വരെ ഇതുങ്ങൾ എന്താ ചെയ്യാ? രണ്ടും കണ്ണിൽ നിന്ന് മറിഞ്ഞതും റയൻഷ് ഒരു ചിരിയോടെ ലച്ചുവിനെ നോക്കി പറഞ്ഞു. ഒപ്പം അവളെ സെറ്റിലേക്ക് ഇരുത്തിയ ശേഷം അവനും ഇരുന്നു. നമുക്കവരെ വേഗം പിടിച്ച് കെട്ടിക്കാൻ കിച്ചുവേട്ടാ. വലിയ പരിപാടിയായിട്ടൊന്നും വേണ്ട. അമ്പലത്തിൽ വെച്ച് ചെറിയൊരു ചടങ്ങ്, അതിൽ കൂടുതലൊന്നും വേണ്ട. ലച്ചു പറയുമ്പോൾ റയൻഷ അതിനൊന്ന് മൂളിക്കൊടുത്തു. അടുക്കളയിലേക്ക് പോയ റോഷ്നി ഓറഞ്ച് തൊലി കളയുന്ന ഹരിയെ പിന്നിലൂടെ പോയി കെട്ടിപ്പിടിച്ചു. ഇത് കണ്ടുകൊണ്ട് നിന്റെ ഏട്ടൻ വരട്ടെ, ബാക്കി അപ്പോൾ നിനക്ക് ഞാൻ കാണിച്ചു തരാം.
ഹരി പറയുമ്പോൾ റോഷ്നിയൊന്നും മിണ്ടാതെ അവൻ്റെ പുറത്തേക്ക് അവളുടെ മുഖം അമർത്തി. നിനക്ക് ജ്യൂസ് വേണോ? എനിക്കൊന്നും വേണ്ട, നമുക്ക് പുറത്ത് പോവാം. അവർക്ക് ഇപ്പോൾ വരും, അതിനു മുൻപ് നമുക്ക് പോവാം. അല്ലെങ്കിൽ ആ പേരും പറഞ്ഞിട്ട് അവരെല്ലാവരും നമ്മളെ ഉപദേശിക്കും. റോഷ്നി പറയുമ്പോൾ ഹരി മൂളി. ഇത് കഴിഞ്ഞാൽ പോവാമെന്ന് അവനും മനസ്സിൽ കരുതിയ കാര്യമാണ്. ജ്യൂസ് അടിച്ച ശേഷം രണ്ടുപേരും ഒപ്പമാണ് ഹാളിലേക്ക് വന്നത്. കയ്യിലുള്ള ഒരു ഗ്ലാസ് ലച്ചുവിൻ്റെ കയ്യിലും മറ്റേ ഗ്ലാസ് റയാൻഷിൻ്റെ കയ്യിലും കൊടുത്തുകൊണ്ട് ഹരി സെറ്റിയിലേക്ക് ഇരുന്നു. അവൻ്റെ ഒപ്പം തന്നെ റോഷ്നിയും ഇരുന്നു. വിവാഹം കഴിയുന്നതിന് മുൻപ് ചെറുക്കൻ്റെ വീട്ടിൽ ഇതുപോലെ വരാൻ പാടും നിനക്കറിയില്ലേ? ലച്ചു ഗ്ലാസ് ചുണ്ടിൽ നിന്നും എടുത്തുകൊണ്ട് റോഷ്നിയെ നോക്കി ചോദിച്ചു. അതിനവൾ ലച്ചുവിനെ നോക്കി കണ്ണോട്ടി. അതെല്ലാം പണ്ടുള്ളവർ ചുമ്മാ പറയുന്നല്ലേ. ഞാൻ പറയുമ്പോൾ വിവാഹത്തിന് മുൻപ് പയ്യൻ്റെ വീട് പെണ്ണിനെ കാണാൻ വേണ്ടി ഒരു ചടങ്ങ് തന്നെ വേണ്ടേ? ലച്ചുവിനോട് പറഞ്ഞിട്ട് റോഷ്നി ഹരി നോക്കി ചോദിച്ചു. അവൻ അതിനൊന്ന് തലയാട്ടിക്കൊടുത്തു. വീട്ടിൽ നിന്ന് എല്ലാവരും വരുന്നതിന് മുൻപ് പോവാൻ നോക്ക്, അല്ലെങ്കിൽ പിന്നെ എല്ലാവരും കൂടി ഓരോന്ന് പറയും. ലച്ചു പറയുമ്പോൾ ഹരി അതിന് തല കുലുക്കി. നീ എന്താ ചെയ്യണത്? ഇവിടെ നിൽക്കാണോ? നീ നേരെ ഇവിടെ വീട്ടിലാക്കിയിട്ട് വന്നാൽ മതി. ഹരിയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് റയൻ കയ്യിലുള്ള ജ്യൂസ് മുന്നിൽ ടേബിളിൽ വെച്ചു. എന്നാ ഞാൻ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വരാം, നീ ഇവിടെ ഇരിക്കില്ലേ? എല്ലാവരോടും പറഞ്ഞ ശേഷം ഹരി അവസാനം റോഷ്നിയെ നോക്കി ചോദിച്ചു. അവളിവിടെ ഇരിക്കും, നീ ഡ്രസ്സ് മാറ്റാൻ പോകുമ്പോൾ അവളെന്തിനാ? ഹരി നോക്കി റയൻ പറയുമ്പോൾ ഹരി അവളെ നോക്കി ചുണ്ടുകൂട്ടി. ശേഷം റോഷ്നിയുടെ കൈ പിടിച്ചു വലിച്ചു. രണ്ടുപേരും കൂടെ മുകളിലേക്ക് പോയതും റയൻ ലച്ചുവിൻ്റെ മടിയിലേക്ക് കിടന്നു. ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കാൻ ഇത്ര സമയം വേണോ ശ്രീയെ? അവളുടെ കയ്യിലെ ചില്ല് ഗ്ലാസ് പകുതിയോളം കാണുന്ന ജ്യൂസ് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ലച്ചു അതിന് മറുപടിയൊന്നും പറയാതെ ചിരിച്ചു കൊടുത്തു. മടിയിൽ കിടക്കുന്നത് കൊണ്ടൊന്നും കുഴപ്പമുണ്ടാവില്ലല്ലേ? ലച്ചുവിൻ്റെ വയറിന് സൈഡിലേക്ക് ചെരിഞ്ഞു കിടന്നുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. അതൊന്നും കുഴപ്പം കാണില്ല, നാളെ തന്നെ ഡോക്ടറെ കാണിക്കാൻ പോവാം. ഏട്ടൻ പറഞ്ഞ അഞ്ജലിയെ കാണിക്കുന്ന ഡോക്ടറെ തന്നെ കാണിക്കണമെന്നാണ്, അതല്ലേ നല്ലത്? ലച്ചുവിൻ്റെ വരൽ ചുണ്ടു ചേർത്തുകൊണ്ട് അവൻ ചോദിക്കുമ്പോൾ ലച്ചു ചിരിച്ചു. റയാൻഷിൻ്റെ കൈ ലച്ചുവിൻ്റെ ടോപ്പിനകത്തേക്ക് കടക്കുന്നെന്ന് കണ്ടതും അവൾ ആ കൈ പിടിച്ചു. ഡോറല്ല, നിന്റെ ഏട്ടനും എൻ്റെ പെങ്ങളും മനസ്സിൽ ലോക്കാക്കി കാണും. ആരെങ്കിലും കയറി വരുമോ എന്നൊരു ചിന്തയിൽ ലച്ചു ഡോറിൻ്റെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ റയാൻഷ് ഒരു ചീരുടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ലച്ചു ഒരു ചീരുടെ അവൻ്റെ മുടിയിൽ തഴുകി. ആ സമയം തന്നെ മുകളിലേക്ക് പോയവർ ഇറങ്ങി വന്നു. ഡ്രസ്സ് മാറ്റാൻ വലിയ പണിയൊന്നുമില്ലല്ലോ. ഹരി വെള്ളം കുടിക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയപ്പോൾ റോഷ്നി ലച്ചുവിൻ്റെ അടുത്ത സ്ഥലമുണ്ടാക്കി അവിടെ ഇരുന്നു. ഇനിയിപ്പോൾ ഞങ്ങളുടെ വിവാഹം നേരത്തെ നടത്തി തരേണ്ടി വരും അല്ലേ? റോഷ്നി ലച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ അതെന്തിനാ എന്നൊരു ചോദ്യം ലച്ചുവിൻ്റെ മുഖത്ത് തെളിഞ്ഞു. അതെന്താ? കണ്ണുകൾ അടച്ചുകൊണ്ട് ലച്ചുവിൻ്റെ മടിയിൽ കിടക്കുന്നവനാണ് ആ ചോദ്യം ചോദിച്ചത്. ഏട്ടത്തെ നോക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ. നമ്മുടെ അവിടുത്തെ വീടാകുമ്പോൾ എല്ലാവരും കാണും. ഇവിടെ ആകുമ്പോൾ ഞാനും ഹരിയും മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഏട്ടത്തിൻ്റെ ഡെലിവറി കഴിയുന്നതിന് മുൻപ് ഞങ്ങൾ വിവാഹം നടത്താം. ഏട്ടത്തെ നോക്കാൻ ഒരാളാകുമല്ലോ. നിന്നെ ആരാ നോക്കുവോ? വെള്ളം കുടിച്ച് അങ്ങോട്ട് വന്ന ഹരിയുടെ ചോദ്യം കേട്ട റോഷ്നി തുറച്ചു നോക്കി. എന്നെ നീ നോക്കില്ലേ? ഏട്ടത്തെ ഞാൻ നോക്കും. ഹരി നോക്കി കണ്ണൊട്ടിക്കൊണ്ട് റോഷ്നി പറയുമ്പോൾ റയൻ ലച്ചുവിൻ്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. തൽക്കാലം എൻ്റെ ഭാര്യ നോക്കാൻ എനിക്കാരും വേണ്ട, ഞാൻ തന്നെ ധാരാളം. അതുകൊണ്ട് ഏട്ടനും നാത്തൂനും പോയിട്ട് വാ. റയൻ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് പറയുമ്പോൾ ലച്ചു ചിരിച്ചു. ഇവൻ്റെ ഈ ഡയലോഗടിക്ക് പകരം വീട്ടേണ്ടത് അവൻ്റെ ഭാര്യ തിരിഞ്ഞു പോലും നോക്കാതെയാണ്. ഹരി പറയുമ്പോൾ റോഷ്നി അവൻ്റെ മുഖത്തേക്ക് നോക്കി. സത്യം, പക്ഷെ പറ്റണ്ടേ? കെട്ടിയത് സ്വന്തം പെങ്ങളെയായി പോയില്ലേ? അതെ, അതുകൊണ്ട് മാത്രം ക്ഷമിച്ച് സഹിച്ചു പോന്നു. അതും പറഞ്ഞിട്ട് ഹരി റോഷ്നിയുടെ തോളിലൂടെ കയറ്റ് പുറത്തേക്ക് നടന്നു. അവർ രണ്ടുപേരും പോന്നു നോക്കി ചിരിച്ചുകൊണ്ട് ലച്ചു റയാൻഷിന്റെ തോളിലേക്ക് ചാരിയിരുന്നു. ഹരിയും റോഷ്നിയും പുറത്തേക്ക് പോയതിന്റെ പിന്നാലെ ലച്ചുവിനെ കാണാൻ റയാൻഷിന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നു. ലച്ചുവിനോട് വലിയ താല്പര്യമില്ലെങ്കിലും കിച്ചുവിന്റെ കുഞ്ഞെന്ന് പറയുമ്പോൾ വല്യമ്മയ്ക്കും അപ്പച്ചിക്കും ഒക്കെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് അവരും ഉണ്ട്. റയാൻഷിന്റെ കൂടെ അകത്തേക്ക് വരുന്നവരെ കണ്ടപ്പോൾ ലച്ചു ചീരയുടെ സെറ്റിൽ നിന്നും എഴുന്നേറ്റു. ഡോർ തുറക്കാൻ അവളെ സമ്മതിക്കാതെ സെറ്റിൽ ഇരുത്തിക്കൊണ്ട് അവൻ പോയി വാതിൽ തുറന്നതാണ്. എഴുന്നേൽക്കണ്ട, ഇരുന്നോളൂ. മുത്തശ്ശി ലച്ചുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുമ്പോൾ ലച്ചു ഒരു ചീരയുടെ മുത്തശ്ശിയും കൊണ്ട് സെറ്റിയിലേക്ക് ഇരുന്നു. സുഭദ്ര കണ്ണുകൾ കൊണ്ട് ഹരിയെയും റോഷ്നിയെയും തിരഞ്ഞു. കാണാനില്ലെന്ന് കണ്ടപ്പോൾ അവരുടെ കണ്ണുകൾ മുകളിലേക്ക് നീണ്ടു. ഇനി മുകളിൽ ഹരിയുടെ റൂമിലെങ്ങാനും ആകുമോ എന്നൊരു ചിന്തയിൽ. ആ, എല്ലാവരും ഉണ്ടോ? ഇങ്ങനെ വരുമ്പോ വിളിച്ചിട്ട് വരണ്ടേ? ഇനി കഴിച്ചിട്ട് പോവാം. ഹരിയുടെ വല്യച്ഛന്മാരും വല്യമ്മമാരും അകത്തേക്ക് കയറുമ്പോൾ ഹാളിലിരിക്കുന്നവരെ നോക്കി ചോദിച്ചു. അതിനെല്ലാവരും ഒന്ന് ചിരിച്ചു കൊടുത്തു. ഇന്നൊരു സന്തോഷമുള്ള ദിവസമല്ലേ? ലച്ചുവിനെ രാവിലെ ശരിക്കും ഒന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല. അതുകൊണ്ട് എല്ലാവരും കൂടെ ഇറങ്ങിയതാ. ഭക്ഷണമൊക്കെ അവിടെയുണ്ട്. ഞങ്ങൾ വെറുതെ മോളെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. മുത്തശ്ശൻ വല്യച്ഛൻ നോക്കി പറയുമ്പോൾ അദ്ദേഹം അതിന് തലയാട്ടി. അപ്പോഴും സുഭദ്ര ചുറ്റും നോക്കി നിൽക്കുകയാണ്. ലച്ചു അത് ശ്രദ്ധിക്കുകയും ചെയ്തു. ഞാൻ നിങ്ങൾക്ക് കുടിക്കാനെടുക്കാം. അതും പറഞ്ഞിട്ട് ലച്ചു സെറ്റിൽ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ എല്ലാവരും അവളെ തടഞ്ഞു.
വല്യമ്മമാർ അടുക്കളയിലേക്ക് പോയപ്പോൾ അവരെ നോക്കി ലച്ചു സെറ്റിൽ ചെയ്തു. വരുന്നവർക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും വീട്ടിൽ ആരുമില്ലെന്നുള്ളത് അവൾക്കൊരു വേദനയായി. വല്യമ്മയൊക്കെ അപ്പുറത്തല്ലേ, എപ്പോഴും അവരെ കിട്ടൂ. ഹരി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ചിന്ത തോന്നില്ലായിരുന്നു. അമ്മ ആരെയാ നോക്കുന്നത്? സുഭദ്ര ലച്ചുവിന്റെ അടുത്തിരുന്നപ്പോൾ ലച്ചു ആരും കേൾക്കാതെ സുഭദ്രയോട് ചോദിച്ചു. ലച്ചുവും ഹരിയും എവിടെ? മുകളിലേക്ക് നോക്കിയ ശേഷം ലച്ചുവിനെ നോക്കി അവർ ചോദിച്ചു. അവർ രണ്ടുപേരും ഒന്ന് പുറത്തു പോയിരിക്കാം, കുറച്ചു കഴിഞ്ഞ് ഏട്ടനെ അവളെ വീട്ടിലാക്കി തരും. ലച്ചു ഇത്തിരി മടിയോടെ സുഭദ്രയെ നോക്കി കാര്യം പറഞ്ഞു. നിശ്ചയം കഴിഞ്ഞ ദിവസം തന്നെ രണ്ടുപേരും കൂടെ കറങ്ങാൻ പോകുന്നൊക്കെ പറയുമ്പോൾ 2 കൊല്ലം കഴിഞ്ഞ് കിട്ടണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. സുഭദ്ര ആലോചനയോടെ പറയുമ്പോൾ ലച്ചുവിന് ശരിക്കും ചിരി വന്നു. എല്ലാവരുടെ മനസ്സിലും ഇത് തന്നെയാണല്ലോ എന്നാണ് അവൾ ചിന്തിച്ചത്. ലച്ചു ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ, അതോ കുറച്ചു ദിവസം ഇവിടെ നിന്നിട്ടേ വരൂ? എല്ലാവരും ഹാളിൽ നിന്ന് വലിയ വലിയ ചർച്ചകളിലേക്ക് കടന്നപ്പോൾ ലച്ചുവും അഞ്ജും സുഭദ്രയും ഒക്കെ പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഇരുന്നുകൊണ്ടാണ് അഞ്ജു ലച്ചുവിനോട് അങ്ങനെ ചോദിച്ചത്. പെട്ടെന്ന് എന്തുത്തരം പറയണമെന്ന് ലച്ചുവിനും അറിയാതെയേ. നിൽക്കുന്നതിനെ കുറിച്ചൊന്നും റയാൻഷ് പറഞ്ഞിട്ടില്ല. അവൻ തോന്നുന്നവരെ നിൽക്കും. അത് കഴിഞ്ഞ് പോകുമ്പോ അവൾ എങ്ങോട്ട് പോകുമെന്നായിരിക്കാം. ഇവിടെ നിന്നിട്ട് എന്താ, എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണ്ടേ? നിന്റെ കാര്യം നോക്കാൻ ഇവിടെ ആരുമില്ലല്ലോ. കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമല്ലേ? ആരുമില്ലാതെ ഒറ്റയ്ക്ക് പറ്റില്ലല്ലോ. അഞ്ജു കളിയാക്കിയതോ അവളെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. അഞ്ജുവിൻ്റെ ഉള്ളിൽ തോന്നിയ കാര്യം അവൾ പറഞ്ഞതാണ്. പക്ഷെ അത് കേട്ടപ്പോൾ ലച്ചുവിന് ശരിക്കും വിഷമമായി. അതിന് ആരുമില്ലായില്ലല്ലോ, ഹരിയില്ലേ, പിന്നെ അവളെ ഭർത്താവില്ലേ. ലച്ചുവിനെ ഇവിടെ ആക്കിയിട്ട് അവൻ അങ്ങോട്ട് വരുമോ? ഒരിക്കലും ഇല്ല. ഡെലിവറി കഴിയുമ്പോളം ലച്ചു ഇവിടെ നിന്നാൽ അവൻ ഇവിടെ നിൽക്കും. ഡോക്ടറെ കാണിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ അവൻ മോളെ ഓഫീസിലേക്ക് കൊണ്ടുപോകും. പിന്നെ എന്തിനാ വേറൊരാൾ? അവൻ ഒരാൾ തന്നെ അധികമാണ്. ചിരിയോടെ സുഭദ്ര പറയുമ്പോൾ ആ ചിരി ലച്ചുവിലേക്കും പടർന്നു. അവൾക്ക് ആ നിമിഷം അകത്തുള്ളവരോട് സംസാരിച്ചിരിക്കുന്ന റയാൻഷിനെ ഒന്ന് കാണാൻ തോന്നി. കിച്ചുവിനെ ഞാൻ ഒരിക്കലും ഇങ്ങനെ കരുതിയില്ല. ലച്ചുവിനെ ഇഷ്ടമായിട്ടാവും വിവാഹം കഴിച്ചെന്ന് അറിയാമായിരുന്നു. പക്ഷേ ഇങ്ങനെയൊന്നും ഞാൻ കരുതിയില്ല. വിവാഹം കഴിഞ്ഞ സമയത്ത് ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഡിവോഴ്സ് വരെ ചെയ്തവനല്ലേ. ഇപ്പൊ കണ്ടോ, ലച്ചു ഇല്ലാതെ ഒരു ദിവസം പോലും നമ്മുടെ വീട്ടിൽ നിൽക്കില്ല. വേറെ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ അങ്ങനെയുണ്ടോ? അഞ്ജുവൊക്കെ എത്ര ദിവസം അവളുടെ വീട്ടിൽ പോയി നിൽക്കും? രുദ്രനൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും പോവാറില്ല. അതുപോലെ തന്നെയാണ് ബാക്കിയെല്ലാം. പക്ഷെ കിച്ചു മാത്രം അങ്ങനെയല്ല. കിച്ചുവിന്റെ ചെറിയമ്മ ചിരിയോടെ പറയുമ്പോൾ ലച്ചുവിന്റെ ചുണ്ടിലെ ചിരിക്ക് മാറ്റി കൂടിയപ്പോൾ അഞ്ജുവിന്റെ ചുണ്ടിലെ ചിരി മാഞ്ഞു. അവളുടെ വീട്ടിൽ പോയാൽ രുദ്രൻ തിരിഞ്ഞു നോക്കില്ലെന്ന് പറഞ്ഞത് തന്നെയാണ് കാരണം. ബാക്കിയുള്ളവരെ പോലെ അല്ലല്ലോ ഇവിടുത്തെ കാര്യം. ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. ഇവളെ സഹോദരൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോ വന്നു നിൽക്കുന്നത് കൊണ്ട് അവനൊരു മടിയും കാണില്ല. ബാക്കിയുള്ളവരുടെ വീട്ടിൽ എല്ലാവരും ഉണ്ടല്ലോ. വല്യമ്മ ലച്ചുവിനെ നോക്കി കുത്തി പറയുമ്പോൾ ലച്ചുവിന്റെ മുഖം മാറിയില്ല. അവളൊരു ചിരിയോടെ അവരെ നോക്കിയിരുന്നു. അവൾക്കറിയാം അവളുടെ ഭർത്താവിനെ. അതിപ്പോ ആ വീട്ടിൽ നിറയെ ആളുണ്ടെങ്കിലും അവൻ അവന്റെ ഭാര്യയെ വേണം. ഉറങ്ങാൻ എന്നുണ്ടെങ്കിൽ അവൻ നിൽക്കും. അതിനവൻ ആരെയും നോക്കില്ല. ആളുണ്ടോ ഇല്ലേ എന്നൊന്നും അല്ല ഏട്ടത്തി ഇവിടെ പ്രശ്നം. എത്രയ്ക്കായാലും ഭാര്യ വീടല്ലേ, അതിൽ നിൽക്കാൻ ഒരു മടിയൊക്കെ ഉണ്ടാകും. അതിപ്പോ ആളുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും. സുഭദ്രയും വിട്ടുകൊടുക്കാതെ പറയുമ്പോൾ അവർ പിന്നൊന്നും മിണ്ടിയില്ല. ലച്ചു അതിലതും തലയിടാതെ ഒരു ചീരയുടെ ചേരിലേക്ക് നേരെയിരുന്നു. നാളെ ഡോക്ടറെ കാണിക്കാൻ പോകുമെന്ന് കിച്ചു പറഞ്ഞിരുന്നു. അമ്മ വരണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മേ, ഞങ്ങൾ പോയിട്ട് വന്നോളാം. ലച്ചു പറയുമ്പോൾ സുഭദ്ര തല കുലുക്കി. കുറച്ചു നേരം അവിടെ ഇരുന്ന് സംസാരിച്ചപ്പോഴേക്കും ഹരിയുടെ കാർ ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്നിരുന്നു. റോഷ്നി ആ കാറിൽ ഉണ്ടാവില്ലെന്ന് കരുതിയപ്പോൾ ആദ്യം ചാടിയിറങ്ങിയത് അവളാണ്. ലച്ചു ദീർഘമായി നിശ്വസിച്ചു. ഹലോ ഗൈസ്, എപ്പോ എത്തി? കാറിൽ നിന്നും ഇറങ്ങി അവിടെ നേരെ വന്നുകൊണ്ട് റോഷ്നി ചോദിക്കുമ്പോൾ എല്ലാവരും അവളെ അടിമുടി ഒന്ന് നോക്കി. നിനക്ക് നാണയില്ലേ കുഞ്ഞി? വല്യമ്മയാണ്. അതിന് മറുപടി ഒന്നും പറയാതെ അവരെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവർ അകത്തേക്ക് നടന്നു. പിന്നാലെ വന്ന ഹരി ആരെയും നോക്കാതെ അകത്തേക്ക് കയറി. അവനാകെ ഒരു മടി. അവർക്ക് എന്ത് കരുതുമെന്ന ഒരു ചിന്ത. ഹരി അകത്തെ വാതിൽ കടന്ന് കയറാൻ നിന്നവൻ സുഭദ്ര വിളി കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കി. സുഭദ്ര അവന്റെ അടുത്തേക്ക് നടന്നു വന്നു. അവിടെ മുഖത്ത് പറയാൻ പോകുന്ന കാര്യം ആലോചിച്ച് ആകെ ഒരു വല്ലായ്മ. നിശ്ചയം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, വിവാഹത്തിന് ഇനിയും 1 വർഷം കഴിയണം. ഇവിടുത്തെ സാഹചര്യം അറിയാലോ. അച്ഛനും അമ്മയും മരിച്ചിട്ട് 1 വർഷം ആയിട്ടില്ല. 1 വർഷമായാൽ നമുക്ക് വേഗം വിവാഹം നടത്താം. അതുവരെ ആരെക്കൊണ്ടും പറയിപ്പിക്കരുത്. സുഭദ്ര അങ്ങനെ പറഞ്ഞതും ഹരി പെട്ടെന്ന് വല്ലാതെയായി. അമ്മയെ പറഞ്ഞത് അമ്മയുടെ മോളോട് പറ, അല്ലാതെ ഇവനോടല്ല പറയേണ്ടത്. പിന്നിൽ നിന്നും റയാൻഷിന്റെ കടിപ്പിച്ചുള്ള ശബ്ദം കേട്ടപ്പോൾ ഹരി തിരിഞ്ഞു നോക്കി. സുഭദ്രയുടെ കണ്ണുകളും അവന്റെ നേരെ നീണ്ടു. റയാൻഷിന്റെ മുഖം കടുത്തിരുന്നു. അതിന് അവളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവനല്ലേ അവളെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത്. നിശ്ചയം കഴിഞ്ഞ അന്ന് രാത്രി തന്നെ ഇങ്ങനെ കയറി വരുന്നത് ഹരിയുടെ വീട്ടുകാർ കണ്ടില്ലേ? അവർക്ക് എന്ത് കരുതും? അതിന്റെ മോശം എനിക്കും അച്ഛനുമല്ലേ? സുഭദ്ര പറയുമ്പോൾ ഹരി ഒന്നും മിണ്ടിയില്ല. അവളെ വീട്ടിൽ ഇറക്കണമെന്ന് കരുതിയിട്ട് തന്നെയാണ് പോയത്. പക്ഷേ അവിടെ ഉള്ളവരെല്ലാരും കൂടെ ഇങ്ങോട്ട് വന്നപ്പോ ഈ രാത്രി ഒറ്റയ്ക്ക് അവളെ അവിടെ നിർത്താൻ തോന്നിയില്ല. അങ്ങനെ കൊണ്ടുവന്നതാണ്. അതൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞ് ശരിയാകും. അമ്മ അകത്തേക്ക് ചെല്ല്, അല്ലെങ്കിൽ
അമ്മയുടെ മകൾ വായിൽ തോന്നിയ പൊട്ടത്തരമൊക്കെ പറഞ്ഞ് ഹരിയുടെ വീട്ടുകാരുടെ കിളി പറന്നു. റയാൻഷ് പറഞ്ഞതും സുഭദ്ര അകത്തേക്ക് നടന്നു. ഹരി ദയനീയമായി റയാൻഷിന്റെ മുഖത്തേക്ക് നോക്കി. സാരില്ല, വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ സമ്മതിക്കാതിരുന്നാ മതി. ആഴ്ചയിൽ ഒരു ദിവസം പുറത്തു പോവാന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഇത്തിരി ദേഷ്യത്തിൽ നിന്നും ദേഷ്യപ്പെട്ട നല്ല പേടിയാ. ചിരിയുടെ റയാൻഷ് പറയുമ്പോൾ ഹരിയുടെ ചുണ്ടിലും ഒരു ചിരി വീരിഞ്ഞു. ആ മഞ്ഞിരുന്ന് മതി, എന്നിട്ട് വന്നേ. മുറ്റത്തിരിക്കുന്ന ലച്ചുവിനെ നോക്കി റയാൻഷ് ഉറക്കം പറഞ്ഞു. അവൾ ചെറിയിലും എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് പോന്നു. എല്ലാരും അവരെ രണ്ടുപേരെയും നോക്കിയിരുന്നു.